ഹായ്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th പ്രിലിംസിൻ്റെ സെക്കൻഡ് സ്റ്റേജിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ APJ അബ്ദുൽ കലാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രൻ്റെ ഏത് ഭാഗത്താണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ദക്ഷിണ ധ്രുവമാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14-നാണ്. ആ സമയത്ത് ISROയുടെ ചെയർമാനായിരുന്നു എസ് സോമനാഥാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ രവീന്ദ്രനാഥ് ടാഗോറാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പ്രസിദ്ധമായ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി കൊണാർക്ക്. 5, ഇന്ത്യയിൽ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവങ്ങളിലൊന്നായ ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി നാഗാലാൻഡ് ആണ്. 6, ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രപതി ആരാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ശ്രീമതി ദ്രൗപദി മുർമു ആണ്. അത് 15ാമത്തെ പ്രസിഡന്റാണ് ഇന്ത്യയുടെ. 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ ആകാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 25 വയസ്സാണ്. പ്രസിഡന്റിനാണെങ്കിലും 35 വയസ്സാണ്. ലെജിസ്ലേറ്റീവ് കൗൺസിൽക്കാണെങ്കിലും രാജ്യസഭയാണെങ്കിലും 30 വയസ്സാണ് പ്രായപരിധി. 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നിലവിൽ GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആരാണ്? അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരൻ ആരാണ്? അതിന് ആൻസർ ഓപ്ഷൻ സി ജി ശങ്കരക്കുറുപ്പാണ്. 10, ക്രിക്കറ്റിൽ 100 അന്താരാഷ്ട്ര സെഞ്ചുറികൾ തികച്ച താരമാരാണ്? അതിന് ആൻസർ ഓപ്ഷൻ ഡി സച്ചിൻ തെണ്ടുൽക്കർ. 11, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത? അതിന് ആൻസർ ഓപ്ഷൻ സി NH44 ആണ്. അത് കണക്ട് ചെയ്യുന്ന ശ്രീനഗർ ടു കന്യാകുമാരി വരെയാണ്. 12, കേരളത്തിൽ വിവിധ മേഖലകളിൽ നിക്ഷേപം ആകർഷിക്കുക എന്ന ഉദ്ദേശത്തോടെ 2025 ഫെബ്രുവരിയിൽ കൊച്ചിയിൽ നടന്ന ഉച്ചകോടി ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ സി ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് ആണ്. 13, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന എന്നീ അയൽരാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? അതിന് ആൻസർ ഓപ്ഷൻ ബി സിക്കിമാണ്. 14, വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അതിന് ആൻസർ ഓപ്ഷൻ എ ആണ്, അയ്യങ്കാളിയാണ്. 15, ഇന്ത്യയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന അയൽരാജ്യം ഏത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാനാണ്. ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശാണ് അതിർത്തി പങ്കിടുന്നത്. 16, കേരള തീരപ്രദേശത്ത് പ്രധാനമായും ചവറ കാണപ്പെടുന്ന അറ്റോമിക ധാതു ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി തോറിയമാണ്. 17, ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള ഇന്ത്യയുടെ തീരപ്രദേശം ഏതു പേരിൽ അറിയപ്പെടുന്നു? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി കൊറമാണ്ടൽ തീരമാണ്. 18, വിന്ധ്യ സത്പുര മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏത്? അതിൻ്റെ ആൻസർ ആണ് ഓപ്ഷൻ ബി ആണ്, നർമ്മദയാണ്. 19, ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗുജറാത്ത്. 20, കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ അഗസ്ത്യാർകൂടം ഏത് വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്നു? അതിന് ആൻസർ ഓപ്ഷൻ സി നെയ്യാർ വന്യജീവി സങ്കേതം. 21, ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പ്രത്യേക നിയോജക മണ്ഡലം എന്ന ആശയത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെയാണ്, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് ശ്രമത്തിൻ്റെ ഭാഗമായാണ് പ്രത്യേക നിയോജക മണ്ഡലം എന്ന ആശയം നടപ്പിലാക്കിയത്. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ 1 ഓപ്ഷൻസ് വരുന്നത് മാത്രം എടുക്കുക, ബാക്കി റിമൂവ് ചെയ്യുക. അപ്പോൾ ബി നമുക്ക് ഒഴിവാക്കാൻ പറ്റും, 2 മാത്രം എന്നതാണ്. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ നോക്കുക, BR അംബേദ്കർ പ്രത്യേക നിയോജക മണ്ഡലം എന്ന ആശയത്തെ എതിർത്തിരുന്നു. അത് തെറ്റാണ്. മൂന്നാമത്തെയാണ്, ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 പ്രധാന വ്യവസ്ഥ ആയിരുന്നു മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം എന്ന വ്യവസ്ഥ. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ 2 ഇല്ലാത്തത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം എന്നതാണ് ആൻസർ വരുന്നത്. 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടക്കം കുറിച്ചത് ഏത് സമരത്തോടു കൂടിയാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി ദണ്ഡി മാർച്ചാണ്. 23, ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തിയ ആദ്യ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെയാണ്, സുകുമാർ സെൻ ആയിരുന്നു ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അത് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള, അപ്പോൾ ഒന്നില്ലാത്തതായിരിക്കും ആൻസർ വരിക. അപ്പോൾ ഒന്നുള്ള ഓപ്ഷൻസ് ഒഴിവാക്കാം. അപ്പോൾ എ ഒഴിവാക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. 17 കോടി വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത്. അത് ശരിയായ പ്രസ്താവനയാണ്.
അപ്പോൾ രണ്ടും ഒഴിവാക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ആൻസർ വരുന്നത് 3 മാത്രമെന്ന ഓപ്ഷൻ സി ആണ്. 24ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കാര പ്രസ്ഥാനങ്ങളും സ്ഥാപകരും ചേരുംപടി ചേർക്കുക. ഒന്നാമത്തെയാണ് തിയോസഫിക്കൽ സൊസൈറ്റി ഏതാണ്? കേണൽ ഓൾക്കോട്ടാണ്. അപ്പോൾ 1 3 വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയുള്ളത് നോക്കുമ്പോൾ അതിൽ ആകെ ഒറ്റ ഓപ്ഷനുള്ളൂ, ഓപ്ഷൻ ബി ആണ് വരുന്നത്. പിന്നെ 2 എന്ന് പറയുന്നത് സ്വാഭിമാന പ്രസ്ഥാനമാണ്. അപ്പോൾ അതിന് ആൻസർ ഇ വി രാമസ്വാമി നായ്ക്കർ. ഹിതകാരിണി സമാജമാണ് 3, അതിൽ വീരേശലിംഗം പന്തലു. 4ാമത്തെയാണ് പ്രാർത്ഥനാ സമാജം, ആത്മാറാം പാണ്ഡുരംഗ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യനാണ് 1917 ഗാന്ധിജി ആരെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയാണ് ഗുജറാത്തിൽ ഖേദ സത്യാഗ്രഹം സംഘടിപ്പിച്ചിട്ടുള്ളത്? അത് കർഷകരെയാണ്, ഓപ്ഷൻ സി ആണ്. അത് 1918 ഖേദ സത്യാഗ്രഹം ഉണ്ടായിട്ടുള്ളത്. 26ാമത്തെ ക്വസ്റ്റ്യനാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംസ്ഥാന പുനർസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആര്? അതിൽ ഫസൽ അലി, അത് ശരിയാണ്. സർദാർ KM പണിക്കർ, അതും ശരിയാണ്. 3ാമത്തെ HN കുൻസ്രു, അതും ശരിയാണ്. അപ്പോൾ 1 2 3 എന്ന ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. 27ാമത്തെ ക്വസ്റ്റ്യനാണ് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഒന്നാമത്തെയാണ് വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന തന്ത്രമാണ് മെഹലനോബി സ്വീകരിച്ചത്, അത് ശരിയാണ്. 2ാമത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പൊതുമേഖല ഒരു പ്രധാന പങ്കുവഹിച്ചു, അതും ശരിയാണ്. 3ാമത്തെയാണ് ജമീന്ദാരി സമ്പ്രദായം നിർത്തലാക്കുക എന്നത് ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായിരുന്നു, അതും ശരിയാണ്. 4ാമത്തെയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്, അത് തെറ്റാണ്. ഇന്ത്യ ഒരു മിക്സഡ് എക്കോണമിയാണ്, മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് 28 1947 ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുന്നതിന് വേണ്ടിയുള്ള ലയന കരാറിൽ ഒപ്പുവെക്കുവാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ, അതായത് വിട്ടുനിന്ന 3 നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതാണ് ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ ആണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 29 വാദം കാരണം കൊടുത്തിട്ടുണ്ട്. വാദം ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷ പത്ര നിയമത്തെ ഇന്ത്യൻ ജനത എതിർത്തു, അത് ശരിയാണ്. 2ാമത്തെയാണ് പ്രാദേശിക പത്രങ്ങൾ ദേശീയത വളർത്തുന്നതിൽ പ്രധാന പങ്കു വഹിച്ചിരുന്നു, ആ കാരണം ശരിയാണ്. അപ്പോൾ രണ്ടും ശരിയാണ് എന്ന ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. 30ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്ത്യ വിഭജനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ദ്വിരാഷ്ട്ര സിദ്ധാന്തമാണ് ഇന്ത്യ വിഭജനത്തിലേക്ക് നയിച്ചത്, അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ എല്ലാത്തിലും ഒന്നുണ്ട്. അപ്പോൾ 2ാമത്തെ നോക്കുക, പാകിസ്ഥാൻ 2 പ്രദേശങ്ങളായാണ് രൂപം കൊണ്ടത്, അതും ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. പിന്നെ 3ാമത്തെ നോക്കാം, പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രമായപ്പോൾ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറി, അത് തെറ്റാണ്. അപ്പോൾ അതിൽ വരുന്നത് 3 ഇല്ലാത്ത ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ 1ഉം 2ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 31ാമത്തെ ക്വസ്റ്റ്യനാണ് 2025 ഇന്ത്യയിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത്. അതിന് ആൻസർ ഓപ്ഷൻ സി ഹരിപ്പാടാണ്. 32ാമത്തെയാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? അത് ജ്ഞാനേഷ് കുമാറാണ്. 26ാമത്തെ ഇലക്ഷൻ കമ്മീഷണറാണ് അദ്ദേഹം. 33 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? അത് ജപ്പാനാണ്. ജപ്പാനിലെ നഗോയയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 34 കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം, അതിന് ആൻസർ ഓപ്ഷൻ ബി മോട്ടു എന്ന ആനക്കുട്ടിയാണ്. 35 തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത, അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആണ്. 35ന് ആൻസർ ഓപ്ഷൻ എ ആണ്. 36ാമത്തെ ക്വസ്റ്റ്യനാണ് ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിൽ ആക്കുക. 1ാമത്തെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം, അത് 1931 ഈഴവ മെമ്മോറിയൽ, അത് 1893
പിന്നെ എന്താണ് പാലിയം സത്യാഗ്രഹം 1947 സമയത്താണ്. വൈക്കം സത്യാഗ്രഹം 1924 സമയത്താണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് 1893 ഈഴവ മെമ്മോറിയൽ. അപ്പോൾ 2 ഫസ്റ്റ് വരുന്നത് ഏതാ നോക്കിയാൽ മതി. അപ്പോൾ എയിലും ബിയിലും 2 ഫസ്റ്റ് വരുന്നുണ്ട്. ബാക്കി 2 സിയും ഡിയും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നോക്കുക. അടുത്ത് എന്താണ് 1924 വൈക്കം സത്യാഗ്രഹം. അപ്പോൾ 2, 4, 1, 3 എന്ന ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. 37ാമത്തെ ക്വസ്റ്റ്യനാണ്. ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഇല്ലിക്കുന്നാണ്. 38 കേരളത്തിൽ സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികൾ. 39 അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ അല്ലാത്തത് ഏതാണ്? അത് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻസ് ഉള്ളത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എ ഒഴിവാക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തേതാണ് അയ്യ വഴി എന്ന ആത്മീയ പ്രസ്ഥാനം സ്ഥാപിച്ചു. അത് തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ആൻസർ തെറ്റായ ബന്ധപ്പെട്ട പ്രസ്താവനകളല്ലാത്തതാണ് ചോദിച്ചിട്ട്, അതുമായി ബന്ധപ്പെട്ടതല്ല. പിന്നെ അടുത്തതാണ് വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകി. അതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 3 ഇല്ലാത്ത ഓപ്ഷൻസ് നോക്കാം. അപ്പോൾ 4ാമത്തെയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അത് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. അത് വൈകുണ്ഠസ്വാമിയാണ് ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. അപ്പം 2, 4 എന്ന ഓപ്ഷൻ ബി ആണ് ഇതിൽ ബന്ധമില്ലാത്തത്. ഇതിൻ്റെ ആൻസർ വരുന്നത്. 40ാമത്തെ ക്വസ്റ്റ്യനാണ്. ചികിത്സക്കും വിശ്രമത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് അഭയം നൽകാൻ സൗകര്യമൊരുക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഓപ്ഷൻ സി ആണ് അൻപ് വീട് എന്നതാണ്. അതിൽ ഓപ്ഷൻസിൽ നമുക്ക് ജനനി കൊടുത്തിട്ടുണ്ട്. ജനനിയാണെങ്കിൽ കേരള ഗവൺമെൻറ് ആയുഷ് ഹോമിയോപ്പതി വകുപ്പ് നടപ്പാക്കുന്ന വന്ധ്യതാ ചികിത്സാ പദ്ധതിയാണ് ജനനി. പിന്നെ സല്ലാപം പദ്ധതി കേരള സാമൂഹ്യനീതി വകുപ്പ് വയോജനങ്ങൾക്കായി ആവിഷ്കരിച്ച പുതിയൊരു പദ്ധതിയാണ്. അതായത് വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരും ഏകാന്തത അനുഭവിക്കുന്നവരുമായ മുതിർന്ന പൗരന്മാർക്ക് സംസാരിക്കാനും കൂട്ടായിരിക്കാനും ഒരു ഫോൺ സൗഹൃദ സംവിധാനമാണ് ഇത് ഒരുക്കുന്നത്. പിന്നെ അടുത്തതാണ് ഓപ്പറേഷൻ ഗ്രീൻ സേഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഓപ്ഷൻ ഡി തന്നിട്ടുള്ളത്. അത് കർഷകർക്ക് ന്യായവില ഉറപ്പാക്കാനും തക്കാളി, ഉള്ളി, പൊട്ടറ്റോ അതായത് ടോപ്പ് ക്രോപ്സ് അതായത് ടൊമാറ്റോ, ഒനിയൻ ആൻഡ് പൊട്ടറ്റോ ഇവയുടെ വിലയും വിപണിയും സ്ഥിരപ്പെടുത്താനായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാനഡ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹകരണത്തോടെ കേരളത്തിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഇടുക്കിയാണ്. 42 താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരളത്തിലെ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. 1ാമത്തെയാണ് തമിഴ്നാട്ടിലൂടെ മാത്രമേ ഇവിടേക്ക് പ്രവേശന കവാടമുള്ളൂ. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഒന്നില്ലാത്ത ഓപ്ഷൻസ് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ബിയും സിയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. 2ാമത്തത് ഇടുക്കി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ എ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡി ആണ് 1, 3 എന്നതാണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 43ാമത്തെ ക്വസ്റ്റ്യനാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് അഡ്മിനിസ്ട്രേഷൻ നിഫാം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് പട്ടണത്തിലാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആലുവയാണ്. 44ാമത്തെ ക്വസ്റ്റ്യനാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവയാണ്? 1ാമത്തെയാണ് തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. പിന്നെ കേരളത്തിലെ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണിത്. 3ാമത്തെയാണ് പ്രശസ്തമായ മാമാങ്കം നടത്തപ്പെട്ടിരുന്നത് ഈ നദിയുടെ തീരത്തായിരുന്നു. അതിൽ കേരളത്തിലെ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയല്ല, അത് 2ാമത്തെ നീളം കൂടിയ നദിയാണിത്. ഭാരതപ്പുഴയാണിത് വരുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഭാരതപ്പുഴയാണ്. 45 2024 അർജുന അവാർഡ് കരസ്ഥമാക്കിയ മലയാളി നീന്തൽ താരം ആര്? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി സാജൻ പ്രകാശ് ആണ്.
46 കേരളത്തിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വൈക്കം ക്ഷേത്രം ഏത് കായൽ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ്. 47 അതിക്രമത്തിനിരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയകേന്ദ്രം ഏത് പേരിൽ അറിയപ്പെടുന്നു? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ സ്നേഹിതയാണ്. പിന്നെ അതിലത്തെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് പ്രത്യാശ. ഈ പ്രത്യാശ എന്ന് പറയുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ള ധനസഹായ പദ്ധതിയാണ്. പിന്നെ ആശാഭവൻ ഉണ്ട്. ഈ ആശാഭവൻ എന്ന് പറയുന്നത് മാനസികാസ്വസ്ഥം ഭേദമായവരും എന്നാൽ നോക്കാൻ ആളില്ലാത്ത വ്യക്തികൾക്ക് സംരക്ഷണവും പുനരധിവാസവും നൽകുന്ന സ്ഥാപനമാണ്. ഇനി 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെയാണ് 1952 അസോസിയേഷൻ സ്ഥാപിക്കപ്പെട്ടത്. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പം രണ്ടാമത്തേത് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുമായി അഫിലിയേറ്റ് ചെയ്താണ് ഇത് പ്രവർത്തിക്കുന്നത്. അതും ശരിയായതാണ്. മൂന്നാമത്തെയാണ് ശ്രീമതി മേഴ്സിക്കുട്ടനാണ് നിലവിലെ അസോസിയേഷൻ പ്രസിഡന്റ്. അത് തെറ്റാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും, 3 മാത്രം എന്നതാണ്. 49ാമത്തെയാണ് താഴെ കൊടുത്തിരിക്കുന്ന ജലസേചന പദ്ധതികൾ അവ സ്ഥിതി ചെയ്യുന്ന ജില്ല എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഇതിൽ ഫസ്റ്റ് കാരാപ്പുഴ തന്നിട്ടുണ്ട്. കാരാപ്പുഴ എന്ന് പറയുന്നത് അതിൻ്റെ ഏത് ജില്ലയാണ്? കാരാപ്പുഴ ഇടുക്കിയാണ്. അപ്പോൾ അതിൽ ബിയും സിയിലും മാത്രമാണ് 1ൽ 3 വരുന്നത്. ബാക്കി എയും ഡിയും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത് നോക്കുക, പോത്തുണ്ടി. അത് പാലക്കാടാണ്. അത് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ചിമ്മിണി തൃശ്ശൂരാണുള്ളത്. പിന്നെ പെരിയാറ് ഇടുക്കിയാണ്. കാരാപ്പുഴ വയനാട്, പോത്തുണ്ടി പാലക്കാട്, ചിമ്മിണി തൃശ്ശൂർ, പെരിയാർ ഇടുക്കി. അതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ്. 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പച്ചയാം വിരിപ്പിട്ട സഹ്യാദ്രിതൻ മടിയിൽ തലവെച്ചും വെൺമണൽ മെത്തമേൽ കാൽ നീട്ടിയും കിടക്കുന്ന കേരളമേ, കേരളത്തിൻ്റെ പ്രകൃതിയെ കുറിക്കുന്ന ഈ വരികൾ എഴുതിയതാരാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി വള്ളത്തോൾ നാരായണ മേനോൻ. 51 മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെട്ടത് ഇവരിൽ ആരാണ്? അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മങ്കട കൃഷ്ണവർമ്മ രാജയാണ്. 52 ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ. അതിന് ആൻസർ ഓപ്ഷൻ എ ആണ്, മാർത്താണ്ഡവർമ്മയാണ്. 53 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥ സംഘടിപ്പിച്ചത് ആരാണ്? അതിന് ആൻസർ ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. 54 കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇവരിൽ ആരാണ്? അതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കെ കേളപ്പൻ. ഇനി 55ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം. അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1809. 56 താഴെ പറയുന്നവയിൽ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? അതിൽ ഒന്നാമത്തെയാണ് കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി. അപ്പോൾ അത് ശരിയാണ്. രണ്ടാമത്തേത് പിടിയരി സമ്പ്രദായം നടപ്പിലാക്കി. അത് തെറ്റാണ്. അപ്പോൾ രണ്ടില്ലാത്ത ഓപ്ഷൻസ് നമുക്ക് 2 ഓപ്ഷൻസ് റിമൂവ് ചെയ്യാം. അപ്പോൾ എയും ഡിയും റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി അപ്പോൾ സിയിൽ എന്തില്ല? 1 അപ്പോൾ ആൻസർ ബി ആയിരിക്കും, 1, 3, 4 എന്നതാണ്. 57ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവം. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, കീഴരിയൂർ ബോംബ് കേസ്.
58 ആദിഭാഷ എന്ന കൃതി രചിച്ചത് ആര്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. 59 കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം, അത് 1956 നവംബർ 1 അത് ഓപ്ഷൻ ബി ആണ്. 60ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആരുടെ ആത്മകഥയാണ് കണ്ണീരും കിനാവും? അത് ഓപ്ഷൻ എ VT ഭട്ടതിരിപ്പാട്. 61 വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം, അത് ഓപ്ഷൻ സി ആണ്, നിശാന്തതയാണ്. 62 പരിശീലനം സിദ്ധിച്ച കുടുംബശ്രീ വോളണ്ടിയർമാർ വീടുകൾ സന്ദർശിച്ച് ജീവിതശൈലീ രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയവ പരിശോധിക്കുന്ന പദ്ധതി, അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്, സാന്ത്വനമാണ്. ഇതിൽ ഹർഷം പദ്ധതി എന്ന് പറയുന്നത് വയോജന രോഗീ പരിപാലന പദ്ധതിയാണ്, കുടുംബശ്രീയുടെ അണ്ടറിൽ നടത്തുന്നതാണ്. പിന്നെ സാന്ത്വന പദ്ധതി പറഞ്ഞു. പ്രത്യാശ നേരത്തെ പറഞ്ഞു, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ള ധനസഹായ പദ്ധതിയാണ്. പിന്നെ ആർദ്രം പ്രൊജക്റ്റ് നമുക്കറിയാം, നവകേരള കർമ്മ പദ്ധതിയുടെ അണ്ടറിലാണ് വരുന്നത്. ആരോഗ്യമേഖല പരിഷ്കരണ പദ്ധതിയാണ്. ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളൊക്കെ രോഗീ സൗഹൃദമാക്കുക. ഇത് 2017 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 63ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ കരളിൽ എത്തിക്കുന്ന സിര, അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഹെപ്പാറ്റിക് പോർട്ടൽ സിരയാണ്. 64 വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്നും മാറ്റി സുരക്ഷിതമായ സ്ഥലങ്ങളിൽ സംരക്ഷിക്കുന്ന രീതിക്ക് ഉദാഹരണം, അതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. 65 ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി, അതിന് ആൻസർ ഓപ്ഷൻ എ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. 66 ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ചുമ, തുമ്മൽ മുതലായ അനൈശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം, അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി മെഡുല്ല ഒബ്ലോങ്കേറ്റ. 67 ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, ഡിസബിലിറ്റി ബാധിതരുടെ അമ്മമാർക്ക് ഉപജീവന മാർഗം ഉറപ്പാക്കാനായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതി ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്നേഹയാനം പദ്ധതി. ഇതിൽ ഓപ്ഷൻസിലുള്ളത് ഫസ്റ്റിലാണ് മാതൃജ്യോതി. മാതൃജ്യോതി എന്ന കേരള ഗവൺമെൻറ് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി പ്രതിമാസം 2000 രൂപ കുഞ്ഞിന് 2 വയസ്സാകുന്നവരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. പിന്നെ അതിൽ സി ആണ് കനൽ. കനൽ എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അവരെ സാമൂഹിക അതിക്രമങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ബോധവൽക്കരണ പ്രൊജക്റ്റാണത്. അതായത് വർദ്ധിച്ചു വരുന്ന ഗാർഹിക പീഡനങ്ങളും ലിംഗ വിവേചനങ്ങളിൽ നിന്നൊക്കെ, ഡൗറി റിലേറ്റഡ് ആയിട്ടുള്ള അതിക്രമങ്ങളിൽ നിന്നൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണ പ്രോഗ്രാമാണത്. പിന്നെ നിഴൽ എന്ന് പറയുന്നത് രാത്രി അസമയത്ത് ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും കേരള പോലീസിൻ്റെ അണ്ടറിൽ വരുന്ന യാത്രാ സുരക്ഷ നൽകുന്ന പദ്ധതിയാണ് നിഴൽ. 68ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സുന്ദർലാൽ ബഹുഗുണയുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രസ്ഥാനമാണ്, ഓപ്ഷൻ ഡി ചിപ്കോ പ്രസ്ഥാനമാണ്. 69 ഭൗമസൂചികാ പദവി ലഭിച്ച ഒരു കാർഷിക ഉൽപ്പന്നം, അത് അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ പാലക്കാടൻ മട്ട അരിയാണ്. 70 തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സവിശേഷമായ ആവാസ വ്യവസ്ഥ, അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, കണ്ടൽ വനങ്ങൾ. 71 സിങ്കിൻ്റെ അയിര് അല്ലാത്തത് ഏത്? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സിഡറൈറ്റ് ആണ്. 72 ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളിൽ റേഡിയോ ആക്റ്റീവ് ആയത് ഏത്? ഹൈഡ്രജന് 3 ഐസോട്ടോപ്പുകളാണുള്ളത്, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. ഇതിൽ ട്രീഷ്യമാണ് അതിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്പ്, ഓപ്ഷൻ സി ആണ് ആൻസർ. 73 വാട്ടർ ഗ്യാസ് ഏതിൻ്റെയൊക്കെ മിശ്രിതമാണ്? കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിശ്രിതം, ഓപ്ഷൻ എ ആണ് ആൻസർ. 74 പ്രമേഹ രോഗികൾക്ക് വേണ്ടിയുള്ള പലഹാരങ്ങളിൽ മധുരം ഉണ്ടാകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവിൻ്റെ പേരെന്ത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, സാക്രീൻ ആണ്.
75 രാത്രിയിൽ പടക്കം പൊട്ടുമ്പോൾ ഉണ്ടായ വെളിച്ചം കണ്ട് 2 സെക്കൻഡിന് ശേഷം അതിൻ്റെ ശബ്ദം കേട്ടു എങ്കിൽ സ്ഫോടനം നടന്നത് എത്ര അകലത്തിലായിരിക്കും? ശബ്ദത്തിൻ്റെ വേഗത 350 മീറ്റർ പെർ സെക്കൻഡാണ് അപ്പോൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 700 മീറ്റർ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇക്വേഷൻ സ്പീഡ് ഇൻറ്റു ടൈമാണ്, വേഗത ഇൻറ്റു ടൈം. ഇവിടെ 350 മീറ്റർ പെർ സെക്കൻഡ് വേഗത തന്നിട്ടുണ്ട്, 2 സെക്കൻഡ് സമയമുണ്ട്. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 700 മീറ്റർ കിട്ടും ആൻസർ. 76ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഫാരൻഹീറ്റ് താപനിലയും സെൽഷ്യസ് താപനിലയും ഒരേ അളവ് കാണിക്കുന്നത് ഏത് ഊഷ്മാവിലാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി -40 ഡിഗ്രിയിലാണ്. 77 താഴെ തന്നിരിക്കുന്നവയിൽ സംരക്ഷിത ബലങ്ങൾ ഏവ? അതിൽ 1 ഗുരുത്വാകർഷണ ബലം, പിന്നെ 4ാമത്തെ ആയിട്ടുള്ള സ്ഥിത വൈദ്യുതി ബലം. ഇതാണ് സംരക്ഷിത ബലങ്ങൾ. അപ്പോൾ 1, 4 എന്ന ഓപ്ഷൻ ഡി ആണ് ഇതിന് ആൻസർ വരുന്നത്. 78ാമത്തേതാണ്, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിൻ്റെ 1ാമത്തെ ഉത്തേജകാവസ്ഥയിലുള്ള ഊർജ്ജവും 2ാമത്തെ ഉത്തേജകാവസ്ഥയിലെ ഊർജ്ജവും തമ്മിലുള്ള അനുപാതം. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 9/4 ആണ്. 79 ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ഭ്രമണപഥം കൃത്യമായ വൃത്താകാരമാണെങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ചന്ദ്രനിൽ ചെയ്യുന്ന പ്രവൃത്തി. അതിന് ആൻസർ ഓപ്ഷൻ സി, ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. 80ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റിൽ ഓപ്ഷനാണ്, ഒരു വസ്തുവിൽ ഘർഷണ ബലം പ്രയോഗിച്ചാൽ അതിൻ്റെ ഗതികോർജം കുറയാൻ സാധ്യതയുണ്ട്. അത് ശരിയാണ്. ഓപ്ഷൻ ബി ആണ്, ഘർഷണം വഴി ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും നെഗറ്റീവാണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 80-ൽ ബി ആണ് വരുന്നത്. ഇതിൻ്റെ ബാക്കി 20 ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ ലൈവിൻ്റെ റെക്കോർഡ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.